Okay, all of you mark your attendance, please. All of you mark your attendance. Okay, ready? നമുക്ക് റിവിഷൻ എടുക്കാം അല്ലേ? Okay, all of you take first lesson. Living and non-living. Okay, living and non-living. Can you hear me properly? All of you? Good. Living and non-living. First one. ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റേഴ്സ് നമുക്ക് പീരിയഡിക് എക്സാമിന് വന്നതുകൊണ്ട് അതിൽ നിന്നും 25% മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. ബാക്കി മുഴുവനും അടുത്ത 3, 4, 5, 6 ലെസൺസിൽ നിന്നായിരിക്കും. ഓക്കെ, സോ എന്നാലും ഇത് ഒഴിവാക്കാൻ പാടില്ല. ആരാണ്? ഫാത്തിമ മെഹ്റൻ. എന്താ ഫാത്തിമ? ഓക്കെ, മാർക്ക് യുവർ അറ്റൻഡൻസ്. പിന്നെ സിമ്പിൾ റീസൺസിന് വേണ്ടി ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യില്ല കേട്ടോ. നിങ്ങൾ ലേറ്റ് ആയിട്ട് കയറി ഓൺ ദ സ്പോട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. സീരിയസ് ആയ എന്തെങ്കിലും മാറ്റേഴ്സ് ആണ് മിസ്സിനെ വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കരുത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് നാച്ചുറൽ തിങ്സ് അല്ലേ, നോൺ ലിവിങ് തിങ്സ്, ലിവിങ് തിങ്സ് അല്ലേ. ലിവിങ് തിങ്സിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ലിവിങ് തിങ്. ലിവിങ് തിങ്സ് ക്യാൻ മൂവ്, ലിവിങ് തിങ്സ് നീഡ് ഫുഡ്, ലിവിങ് തിങ്സ് ഗ്രോ അല്ലേ. ലിവിങ് തിങ്സ് നീഡ് ഫുഡ്, ലിവിങ് തിങ്സ് ബ്രീത്ത്, ലിവിങ് തിങ്സ് റീപ്രൊഡ്യൂസ്. അതിലെ വൺ വേർഡ് ഉണ്ട്, ദീസ് ആർ ലിവിങ് തിങ്സ്. ദെൻ അതിൻ്റെ അകത്ത് ടിക്ക് ദ കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട്, ആൻസർ ദ ഫോളോയിങ് ഉണ്ട്. ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ, നമ്മൾ പഠിച്ചു കഴിഞ്ഞതല്ലേ. അതാണ് അതിൻ്റെ അകത്ത്. ലിവിങ് തിങ്സ് എന്താണ്, നോൺ ലിവിങ് തിങ്സ് ആണ്. ലിവിങ് തിങ്സിന്റെ വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ലിവിങ് തിങ്സ്. Okay, then lesson number 2, animals and plants. Lesson number 2, animals and plants. അതിനകത്ത് അൺസ്ക്രാബിൾഡ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് എന്താണെന്ന് വരുന്നത്. ഇവിടെ ആനിമൽസ് മൂവ് അബൌട്ട് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ആനിമൽസ് ഈറ്റ് പ്ലാന്റ്സ് ഓർ അതർ ആനിമൽസ്. ആനിമൽസ് ബ്രീത്ത് ത്രൂ ലങ്സ്, ഗിൽസ് ഓർ എയർ ഹോൾസ്. അതിന് എക്സാമ്പിൾസ് പഠിക്കണം. ലങ്സിലൂടെ ബ്രീത്ത് ചെയ്യുന്നവര്, ഗിൽസ് ഉപയോഗിക്കുന്നവര്, അതുപോലെ എയർ ഹോൾസ് ഉപയോഗിക്കുന്ന ജീവികളൊക്കെ. ഓക്കെ, അടുത്തത് ആനിമൽസ് ഹാവ് സെൻസ് ഓർഗൻസ് അല്ലെ. ആനിമൽസിന് സെൻസ് ഓർഗൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5 സെൻസ് ഓർഗൻസ് വി ഹാവ്. അത് ആനിമൽസ് റീപ്രൊഡ്യൂസ് ബൈ ലേയിങ് എഗ്സ് ആൻഡ് ഓർ ബൈ ഗിവിംഗ് ബർത്ത് ടു യങ് വൺസ്. അതിന് എക്സാമ്പിൾസും ഏത് ജീവികളൊക്കെയാണ് ലേയിങ് എഗ്സ് ചെയ്യിടുന്നത്, അതുപോലെ ഗിവിംഗ് ബർത്ത് ടു യങ് വൺസ്, അതായത് യങ് വൺസിന് ജന്മം കൊടുത്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്ന അവരുടെ എക്സാമ്പിൾസും പഠിക്കണം. കണ്ടോ, ആനിമൽസിന്റെ ചെക്ക് പോയിന്റ് ഉണ്ട്. ഓക്കെ, ആനിമൽസ്
Okay, then animals and plants depend on each other. Animals and plants depend on each other. Though animals and plants are different from each other, they depend on each other to live. Then balance nature. Why we need balance in nature? Then അതിനകത്ത് അതിനകത്തുണ്ട് one word and select the right answers from bracket. These animals eat other animals. Lion and tigers, cows and buffalo, lions and cows. അതിൽ right answer select ചെയ്യുക. ആൻസർ ആരാണ്? ലയൺ ആൻഡ് ടൈഗേഴ്സ് ആണല്ലേ? കേൾക്കുന്നുണ്ടോ മക്കളെ? അല്ലേ? Then plants breathe through tiny holes on the leaves. പിന്നെ റൈറ്റ് ട്രൂ ഓർ ഫോൾസ്. റൈറ്റ് ട്രൂ ഓർ ഫോൾസ് അത് എഴുതുക, പഠിക്കുക. പിന്നെ ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? ഓക്കെ. ഫ്രം വേർ ഡു ആനിമൽസ് ഗെറ്റ് ദെയർ ഫുഡ്? ഓക്കെ. ദെൻ ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ടിലേക്ക് കടക്കുന്നത്. പാർട്ട് ഓഫ് എ പ്ലാന്റ്. ഓക്കെ. എ പാർട്ട് ഓഫ് എ പ്ലാന്റ് വിച്ച് ഗ്രോ എബവ് ദ ഗ്രൗണ്ട് ഈസ് കോൾഡ് ഷൂട്ട്. എന്താണ് ഷൂട്ട്? എന്താണ്? മണ്ണിന് മുകളിൽ വളരുന്ന മച്ചടിയുടെ ഭാഗത്തെയാണ് നമ്മൾ ഷൂട്ട് എന്ന് പറയുന്നത്. ആ ഷൂട്ടിൽ തന്നെ സ്റ്റെം, ബ്രാഞ്ചസ്, ലീവ്സ്, ബഡ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഓക്കെ. ദ പാർട്ട് വിച്ച് ഗ്രോസ് ബിലോ ഗ്രൗണ്ട് ഈസ് റൂട്ട്. ദ പാർട്ട്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ചാപ്റ്റർ. The part which grow below the ground is called root. Above the ground shoot ആണ്, below the ground root ആണ്. ഇനി റൂട്ടിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ്. ടാപ്പ് റൂട്ട്. ആരാണ് ടാപ്പ് റൂട്ടിന് എക്സാമ്പിൾ? ആരൊക്കെയാണ്? ബോൾസം, ബീൻസ് ആൻഡ് മസ്റ്റാർഡ് അല്ലേ? നെക്സ്റ്റ് ഇസ് ഫൈബ്രസ് റൂട്ട്. ഫൈബ്രസ് റൂട്ടില് ആരൊക്കെയാണ് മക്കളെ ഉള്ളത്? ഗ്രാസ്, വീറ്റ്, റൈസ് ആൻഡ് ഓണിയൻ. Isn't it? Then function of the root. എന്താണ് functions of the root? The root fixes the plant in the soil അല്ലേ? Root fixes. And she listen here മോളെ. അനീറ്റ ഫിലിപ്പ് സ്റ്റക്കായി നിൽക്കാണല്ലോ. ഓക്കെ. The root fixes the plant in the soil and it absorbs water and salt. Then again next is stem. ചില ചെടികളുടെ സ്റ്റെം വീക്ക് ആയിരിക്കും, ചിലതിന്റെ സ്ട്രോങ് ആയിരിക്കും. നീമിൻ്റെത് നല്ല സ്ട്രോങ് ആണ്, പക്ഷെ മണി പ്ലാന്റിന്റെ വീക്ക് ആണ്, സോഫ്റ്റ് ആണ് അല്ലേ? ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ട്. The stem grows above the ground and the stem of the neem tree is hard, strong and woody. This keeps the tree upright. Such a stem is called trunk. Banana has a green, thick and soft. The stem of money plant is green, weak and soft. Money plant കണ്ടിട്ടുണ്ടോ? മണി പ്ലാന്റ് കണ്ടിട്ടുണ്ടോ മക്കളെ? വലിയ ഇലയുള്ള വലിയ ബ്രോഡ് ഈ ഫയൽ വെള്ള ഡിസൈനുള്ള അല്ലേ? അതിന്റെ സ്റ്റെമ്മിന്റെ പ്രത്യേകത എന്താണ്? അത് ഗ്രീൻ കളറാണ്, വീക്കും ആണ്, സോഫ്റ്റും ആണ്. ഓക്കെ. Next, the stem carries water to leaves. The water taken by roots travel through the stem to the leaves. Okay, and then the check point on the plants like wheat, rice, and onion have the roots online. Okay, that's padikya. Leaf. Okay. The most important part of fruit is leaf because leaf is the kitchen of plants, isn't it? Rishikesh, ഇവിടെ ശ്രദ്ധിക്കുമോനെ? അതിൽ ആരെങ്കിലും പോക്കോട്ടെ? ഋഷികേഷ് മിസ് കാണുന്നുണ്ടേ. Okay. The most important part of fruit is leaf because leaf is the kitchen of plants, isn't it? So, അതിന് മിഡ്രിബ് ഒക്കെ ഉണ്ട്. ഇനി ഫങ്ഷൻ ഓഫ് ലീഫ് എന്ന് പറഞ്ഞാല് ഫോട്ടോസിന്തസിസ് ആണ്. ഫങ്ഷൻ ഓഫ് ലീഫ് മെയിൻ ഫങ്ഷൻ ഓഫ് ലീഫ് ഈസ് ഫോട്ടോസിന്തസിസ്, അതായത് ഭക്ഷണം പാകം ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, in the flowers. The flower is the most beautiful part of plant. Most important part leaf ആണ്, most beautiful part flower ആണ് ഒരു part പ്ലാന്റിന്റെ. Okay, see the difference. Most important part leaf ആണ്, but most colorful part plant ആണ്. എന്താ മുഹമ്മദ് സിനാൻ? Unmute. സിനാൻ unmute.
പറ. മിസ്സിന് കേൾക്കത്തില്ല മോൻ പറയുന്നേ. ഐ കാൺ ഹിയർ യു. മോൻ അൺമ്യൂട്ട് ചെയ്യേ. മോനെ മിസ് ഓപ്ഷൻ തരുന്നുണ്ട്, അൺമ്യൂട്ട് ചെയ്യേ. മിസ് എന്റെ ഫോണിൽ ചാർജ് ഇല്ല. അത് പറയാൻ വേണ്ടിയാണ് മോൻ ഈ ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യുന്നത്. മോൻ ചാർജ് ചെയ്യേ. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഡിസ്റ്റർബ് ചെയ്യല്, ഒന്ന് ചാർജ് ചെയ്യേ. ചാർജിങ് പോയിന്റ് എടുത്ത് കൊണ്ട് വെച്ചിട്ട് അവിടെ പോയിരുന്നോ. ഇപ്പൊ നോട്ടൊന്നും എടുക്കുന്നില്ലല്ലോ, ബുക്കും കയ്യിലെടുത്തോ. ഓക്കെ, പ്ലഗ് പോയിന്റ് എടുത്തോണ്ട് മൊബൈൽ ചാർജിന് വെക്ക്. Okay, the leaf is the most important beautiful part of a plant. See, okay, then അടുത്തത് seeds അല്ലേ, fruits and seeds. Fruits have seeds inside them. Some fruits have one seed, some have a few seeds, while others have many. Most plants grow from seeds. Most plants grow from seeds. Seeds നിന്നുമാണ് പുതിയ ചെടികൾ ഉണ്ടാവുന്നത്. ഓക്കെ, അതിന് എന്തൊക്കെ വേണം? ഇനഫ് വാട്ടർ, ഇനഫ് എയർ ആൻഡ് വാംത്. നല്ല ചൂടുള്ള, ആവശ്യത്തിനുള്ള ചൂടും കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ചെടികളെ വളരുന്നത്. അതിനകത്ത് ഓക്കെ, ടിക്ക് ദ കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട്. ഇൻ അഡീഷൻ ടു സ്റ്റെം, ബ്രാഞ്ചസ്, ലീവ്സ് ആൻഡ് ബഡ്സ്, ദ ഷൂട്ട് ഓഫ് എ പ്ലാന്റ് ബിയേഴ്സ്. എന്തൊക്കെയാണ്? ഫ്ലവേഴ്സ് ആൻഡ് റൂട്ട്സ്, ഫ്രൂട്ട്സ് ആൻഡ് റൂട്ട്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ദ സ്റ്റെം ഓഫ് ദിസ് പ്ലാന്റ് ഈസ് ഗ്രീൻ, സോഫ്റ്റ് ആൻഡ് weak, that is money plant. The leaf of a plant is called its kitchen അല്ലേ. We eat the leaves of this plant. എന്താണോ? സ്പിനാച്ച്. സ്പിനാച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇല്ലെങ്കിലും അത് നോർത്ത് ഇന്ത്യയിൽ ഏതാണ്, നമ്മുടെ ഇവിടുത്തെ ചീരയ്ക്ക് പകരം ഉപയോഗിക്കുന്നത് കേട്ടോ സ്പിനാച്ച്. അതിന് ക്ലാസ് ടെസ്റ്റ് ഇപ്പം ചില കുട്ടികളെ സ്പിനാച്ച് കാബേജ് എന്നൊക്കെ ഇതുണ്ട്. ശരിയാണ്, കാബേജും ലീഫ് തന്നെയാണ്. ഓക്കെ, മോസ്റ്റ് ഫ്രൂട്ട്സ് ഹാവ് this inside them. Birds, seeds അല്ലേ. Match the statements with the correct pictures. They fix the plant in the soil. നവമി രാഷേഷ് ഓർത്തതിനാണ്. ഓക്കെ, അതിനകത്ത് ആ ചിത്രമായിട്ട് നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ, അൺസ്ക്രാമ്പിൾ ദ ലെറ്റേഴ്സ് കണ്ടോ. ആ സ്റ്റെം എന്നുള്ള തിരിച്ചു വന്നിരിക്കുന്നതാണ്. അത് ലീഫ്, ഫ്രൂട്ട്, റൂട്ട്. ഓക്കെ, അൺസ്ക്രാമ്പിൾ ദ ലെറ്റേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബിന്യാമിനെ ആരോടാ സംസാരിക്കുന്നേ? ബിന്യ അൺമ്യൂട്ട് ചെയ്തേ. ബിന്യ അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തേ മോളെ. മോള് രാവിലത്തെ ക്ലാസ് ഉണ്ടായിരുന്നോ? ബിന്യ അൺമ്യൂട്ട് ചെയ്യും മോളെ. ഓക്കെ, രാവിലെ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഓക്കെ, സ്കൂളിൽ വിളിച്ച് പറഞ്ഞായിരുന്നു ടീച്ചറെ. ശരി ശരി. ഓക്കെ, then how is the root of a plant is from its shoot? റൂട്ടിൽ നിന്നും ഷൂട്ടിനുള്ള പ്രത്യേകത എന്താണ്? റൂട്ടും ഷൂട്ടും തമ്മിൽ എന്തിനാണ്? ഓക്കെ, റൂട്ടും ഷൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഒന്ന്, ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഗ്രോ എബവ് ദ സോയിൽ, റൂട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഗ്രോ ബിലോ ദ സോയിൽ അല്ലേ. അതിനകത്തേക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ ഉള്ളത്. അൺസ്ക്രാബിൾ ദ ലെറ്റേഴ്സും വൺ വേർഡ് ഒക്കെ വരും. ഇനി അടുത്തത് ഫുഡ് ആൻഡ് ഫീഡിങ് ഹാബിറ്റ്സ് ഓഫ് ആനിമൽസ്. ഫുഡ് ആൻഡ് ഫീഡിങ് ഹാബിറ്റ്സ് ഓഫ് ആനിമൽസ്. ദെൻ ആനിമൽസ് നീഡ് ഫുഡ് ടു ഗ്രോ ആൻഡ് സ്റ്റേ ഹെൽത്തി അല്ലേ. സ്ട്രേറ്റ് ഡോഗ് ശക്തി കുറവായിരിക്കും, നമ്മൾ വളർത്തുന്ന ഡോഗിന് ശക്തി കൂടുതലെന്നൊക്കെ പഠിച്ചില്ലേ. Animals need food for energy. All animals depend on plants for food. What is the basis of all food chain? What is the basis of all food chain? Green leaves or plants. Plants ആണ് അല്ലേ എല്ലാ ഫുഡ് ചെയിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ആണത്. ഓക്കെ, പ്ലാന്റ്സ് ആണ് ഇതെന്ന്. അടുത്തത് സം ആനിമൽസ്, പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ് നമ്മൾ ഹെർബിവോർസ് എന്ന് പറയും. പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസിനെ ഹെർബിവോർസ് എന്ന് പറയും. അതുപോലെ ഫ്ലഷ് ഈറ്റിങ്ങിനെ കാർണിവോർസ് എന്ന് പറയും. രണ്ടും ഫ്ലഷും പ്ലാന്റും തിന്നുന്നതിന് നമ്മൾ ഓംനിവോർസ് എന്ന് പറയും. ക്ലിയർ?
Okay, some animals eat plants, some animals eat plant eat animals, and some animals eat both plant and animals. Okay, some animals eat both plant and animals. Thus, all the animals depend on plants for their food. This is like the chain is called food chain. Green plants is the base of food chain. Clear? All food chains begin from plants. Next is herbivorous, carnivorous, and omnivorous. Next is food for domestic animals. Okay, domestic animals also need food. Food to get energy. എന്തിനാണ് ആനിമൽസിന് ഫുഡ് എന്തിനാണ്? നമ്മളെ പോലെ തന്നെ എനർജി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളെ പോലെ തന്നെ എനർജി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആനിമൽസിനും ഫുഡ് വേണ്ടത്. ഡൊമസ്റ്റിക് ആനിമൽ ഡു എ ലോട്ട് ഓഫ് വർക്ക് ഫോർ അസ്. അല്ലെ, ഇഫ് വി ഷുഡ് ഫീഡ് ദം ആൻഡ് ദം വെൽ ടു കീപ് ദം ഹെൽത്തി ആൻഡ് ആക്റ്റീവ്. അപ്പം അവർക്കും ആനിമൽസിനും എനർജിക്ക് വേണ്ടിയിട്ടാണ് ഫുഡ് വേണ്ടത്. എനർജി ഇല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനാവില്ല. ഓക്കെ, ഇനി ഹൗ ആനിമൽസ് ഫീഡ്. പലതരത്തിലാണ് ആനിമൽസ് ഭക്ഷണം കഴിക്കുക. ആനിമൽസ് ദാറ്റ് സ്വാളോ ദെയർ ഫുഡ്. Some flesh-eating animals like snakes swallow their food whole. They do not bite or chew their food. So they do not have biting or chewing teeth. ചിലതുകൾ ഭക്ഷണം വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അന്നേരം അവർക്ക് അങ്ങനത്തെ പല്ലുകളൊന്നുമില്ല. മുഹമ്മദ് രാഫ്, എന്ത് പറ്റി? A frog swallows insect. It has a long and sticky tongue. It shoots out its tongue to catch insect. The insect that gets stuck on tongue make a tasty meal for the day. അല്ലേ? അപ്പൊ അവർക്ക് പല്ലൊന്നുമില്ല, അവരെ കംപ്ലീറ്റ് ആയിട്ട് സ്വാളോ ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് animals that tear and chew flesh. Some flesh-eating animals like lion, tigers, foxes, and dogs chew fish and bones. അവര് കടിച്ചു കീറി തിന്നുന്നവരാണ്. അവർക്ക് അതിന് പല്ലിന്റെ ഉള്ളതാണ്. അഡാപ്റ്റേഷൻസ് അതിന് കണക്ട് ആണ്. ആനിമൽസ് ദാറ്റ് നോ, അത് കൊറിക്കുക നമ്മൾ പറയും അല്ലേ? അണ്ണാർക്കണ്ണനൊക്കെ അങ്ങനെയല്ല, കയ്യിൽ പിടിച്ചിട്ട് കൊറിക്കുന്ന അല്ലേ? ഋഷികേശേ, ഡാൻസ് കളിക്കുന്നതും പാട്ട് കളിക്കുന്നതും ഒക്കെ മിസ് ഇവിടുന്ന് കാണുന്നുണ്ടേ. മുഹമ്മദ് ഫാത്തിമ മെഹറിൻ, എന്താ പരിപാടി അവിടെ? ഓക്കെ, നെക്സ്റ്റ് ആനിമൽ ദാറ്റ് ഈസ് ഗ്രാസ് ആൻഡ് ചൂക്കേർഡ്. അത് കൗവും ബഫലോയൊക്കെയാണ്. ഭക്ഷണം ആദ്യം കഴിക്കും, അതിനുശേഷം പിന്നീട് അയവെട്ടുക എന്ന് പറയുന്നത്. Animals that eat grass and chuked. അതായത് അയവെട്ടുന്ന മൃഗങ്ങൾ, അതാണ് ബഫലോസും ഇതൊക്കെ കൗസും ഒക്കെ ചെയ്യുന്നത്. They also have biting front teeth to cut a grass. Watch these animals graze. അവർ കഴിക്കുന്നത്. Animals that lap milk or water. വെള്ളം നക്കി കുടിക്കുന്ന അല്ലെ, ലിക്ക് ചെയ്യുന്നതാണ്. നാക്കും കൊണ്ട് പൂച്ചയും പോലെ നമ്മുടെ പൂച്ചക്കുട്ടിയും പട്ടിക്കുട്ടിയൊക്കെ എന്താ ചെയ്യുന്നത്? ഒരു പാത്രത്തിൽ വെള്ളം കിട്ടിയാല് അവര് നക്കി കുടിക്കുകയാണ് ചെയ്യുന്നത്. ആനിമൽസ് നീഡ് ഫുഡ് ടു. എന്തിനാണ് ഭക്ഷണം? ആനിമൽസിന് എന്തിനാണ് ഭക്ഷണം വേണ്ടത്? സ്ലീപ്, ഗ്രോ, ബാത്ത്. ഉറങ്ങാനും വളരാനും കുളിക്കാനും. എന്തിനാണോ ആനിമൽസിന് ഫുഡ്? എന്താ? ടു ഗ്രോ അല്ലേ? ആനിമൽസ് ദാറ്റ് ഈറ്റ് ഓൺലി ഫ്ലഷ് ഓഫ് അതർ ആനിമൽസ് ആർ കോൾഡ്. ഫ്ലഷ് തിന്നുന്നവരെ കാർണിവോർസ് ആണോ, ഹെർബിവോർസ് ആണോ, ഓംനിവോർസ് ആണോ? കാർണിവോർസ്. എന്താണ്? കാർണിവോറസ്. എ ഫ്രോഗ് ഹാസ് എ ലോങ് ആൻഡ് സ്റ്റിക്കി. ഫ്രോഗിന് എന്താ ഉള്ളേ? ടെയിൽ, ടങ്, ബോഡി. എന്താണ്? ടങ്. ഗുഡ്. ആനിമൽ ദാറ്റ് ചൂ ദ കേർഡ് ആർ മോസ്റ്റ്ലി കാർണിവോറസ്, ഹെർബിവോറസ്, ഓംനിവോറസ്. ഹെർബിവോറസ് ആണല്ലേ? ഫാത്തിമ മെഹറിന് എങ്ങോട്ടാ പോന്നെ മൊബൈലും കൊണ്ട്? ഓക്കെ, ആനിമൽസ് ദാറ്റ് ചൂ ദ കേർഡ് ആർ മോസ്റ്റ്ലി herbivores. Clear? അടുത്തത് feeding habits of some other animals. The trunk of an elephant help it to eat and drink. It uses its trunk to uproot grass and tear off branches from trees. The elephant also uses its trunk to
suck up water and then shoot the water like the fountain into its mouth. It uses its tongue to have shower too. അല്ലെ, കണ്ടിട്ടില്ലേ ആനകൾ കുളിക്കുന്നതൊക്കെ? മിസ് പറയാറില്ലേ ജോഗ്രഫിക്കൽ ചാനൽ കാണണം, മാനുവൽ പ്ലാനറ്റ് കാണണം എന്നൊക്കെ. അടുത്തത് earthworm. Earthworm swallows soil which has parts of dead plants and animals. A butterfly has long sucking tube. നമ്മൾ അതിന്റെ ചിത്രമൊക്കെ കണ്ടത് ഓർമ്മയില്ലേ? It uses this to suck nectar from flowers. Mosquitoes and leeches suck blood from the bodies of other animals. Domestic animals need care. All animals need protection and care. Domestic animals serve us well if we take good care of them. Food and water must be given to them in clean vessels. Their shelters must be cleaned regularly. Sick animals must be treated in time. We must always kind to be animals. അല്ലെ, എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ മൃഗങ്ങളോട് നമ്മൾ പെരുമാറേണ്ടതെന്നാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അകത്തുകൊണ്ട് the correct answer. The correct answer. First one is, which of this animal is an omnivore? Tiger, dog, crow. Omnivore ആരാടോ? ഫ്ലഷും പ്ലാന്റും. crow. Good. എല്ലാം പഠിച്ചിട്ടുണ്ട് മക്കളല്ലേ? Next, second one. This domestic animal works in the field. Ox, cow, goat. Ox ആണ്. Ox ആണല്ലേ പണിയുന്നേ? അഫ്ലഹെ, മുഹമ്മദ് ടി, turn on your video. This domestic animal works in the field. That is, answer is ox. Animals that tear and chew flesh have very sharp, pointed and curved front teeth. അല്ലേ, കടിച്ചു വലിക്കുന്നവർക്കുള്ളതാണ്. ഓക്കെ, ഗുഡ്. ഇനി ടൈഗറിന്റെ ഓരോന്നിനെ പല്ലിന്റെ ഇതായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി, ടൈഗർ എന്താണോ? ഷാർപ്പ്, pointed and curved front teeth. Second, 2. Squirrel, very sharp front teeth. Third, cow, biting front teeth. 4, snake, എന്താണോ? നോ ബൈറ്റിംഗ് ഓർ ചൂയിങ് ടീത്ത്. അവർ സ്വാളോ ചെയ്യുകയല്ലേ ചെയ്യുന്നത്, ഭക്ഷണം വിഴുങ്ങുകയല്ലേ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് പ്രത്യേക പല്ലുകളൊന്നുമില്ല. Read the statement 1 to 8 carefully and then look. ചെയ്തല്ലേ? I give milk and I chew the cud. That is for cow. 1 and 6 for cow. I give milk, I chew the curd. അത് 6 cow. Good. I am omnivore. And then lion ആരൊക്കെയാണ്? My front teeth are sharp, pointed and curved. I am a carnivore. അതല്ലേ ലയണിന് വരുന്നത്? ഫ്രണ്ട് ടീത്ത് നോക്കിക്കേ, പിന്നെ ഷാർപ്പാണ്, പോയിന്റഡ് ആണ്, കേവ്ഡ് ആണ്. I am carnivore. കാർണിവോർസും ആണ്. ഓക്കെ. ദെൻ നമ്മുടെ ക്രോയ്ക്ക് ആരാ മാച്ച് ചെയ്യാവുന്നത്? I am an omnivore. എല്ലാം തിന്നും അല്ലേ? I can fly. എനിക്ക് പറക്കാനും പറ്റും, എനിക്കെല്ലാം തിന്നാനും പറ്റും. Good. That is 2 and 3. That is 2 and 3. Then നമ്മുടെ ഹോസിന് ആരാ മാച്ച് ആവുന്നത്? I am used for riding. I need energy giving food. അല്ലേ, റൈഡിങ്ങിന് ഉപയോഗിക്കുന്നതാണ് എന്നെ, അതുപോലെ എനിക്ക് എനർജി ഗീവിംഗ് ഫുഡാണ് വേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ. only 10 minutes left for us. അതിന് മുമ്പ് നമുക്ക് അടുത്ത പോർഷൻസോടെ കവർ ചെയ്യണം. ഓക്കെ, അതിനകത്തുണ്ട് 1 വേർഡ് ആൻസറും. ഓക്കെ, then 5th chapter, birds. ഈസി അല്ലേ മക്കളെ? അത് ഓരോ ബേർഡ്സ്, അവരുടെ ബീക്ക്, അവരുടെ ക്ലോസ് അല്ലേ, ഒരു ചിത്രം ഒട്ടിച്ച് വെച്ചിട്ട് അതിന്റെ നേരെ ഇത് 2 ചിത്രം ഒട്ടിക്കാം. ബീക്കിന്റെയും അവരുടെ പിന്നെ ക്ലോസിന്റെ ഒക്കെ ചിത്രം ഒട്ടിച്ച് വെച്ചാൽ വേഗം പഠിക്കാൻ പറ്റും നമുക്ക് അല്ലേ? Birds use their beaks and claws to catch, hold and eat their food. അല്ലേ, അവരുടെ ചുണ്ടുകളും അവരുടെ ക്ലോസും ഉപയോഗിച്ചിട്ടാണ് അവര് ഭക്ഷണം കഴിക്കാനും വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഈഗിൾസ്, വൾച്ചേഴ്സ് ആൻഡ് ഹോക്സ് അല്ലെങ്കിൽ കൈറ്റ്സ് ആർ ബേർഡ്സ് ഓഫ് പ്രേ. മറ്റുള്ള പക്ഷികളെ പിടിച്ച് തിന്നുന്ന ജീവികളാണ് അവര്. പിന്നെ ഷോർട്ട്, ഹാർഡ് ആൻഡ് പോയിന്റഡ് ബീക്ക് ഉള്ളത് നമ്മുടെ സ്പാരോസിനൊക്കെയാണ്. നല്ല ഷോർട്ട് ആണ്, ഹാർഡ് ആൻഡ് പോയിന്റഡ് ബീക്ക് ആണ്. അടുത്ത സ്ട്രോങ് ആൻഡ് കേർവ്ഡ് ബീക്ക്. The strong and curved beak of a parakeet help. പാരാക്കീറ്റിന്റെ ബീക്ക് എങ്ങനത്തെയാ മക്കളെ?
സ്ട്രോങ് ആൻഡ് കേർവ്ഡ്. കണ്ടോ, വളഞ്ഞിരിക്കുന്നുണ്ടോ? നല്ല സ്ട്രോങ് ആണ്. നല്ല പാരാക്കീറ്റിന്റെ ബീക്കിന്റെ കളർ നോക്കിക്കേ, നല്ല റെഡ് കളറാണ് അല്ലേ? നല്ല റെഡ് കളറുണ്ട്, സ്ട്രോങ്ങും ആണ്, കേർവ്ഡും ആണ്. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് സ്ട്രോങ് ആൻഡ് കേർവ്ഡ് ബീക്ക് ഓഫ് പാരാക്കീറ്റ്. അടുത്തത് സ്ട്രോങ് ആൻഡ് ചെസൽ ഷേപ്ഡ് ബീക്ക്. അതാരാടാ? നമ്മുടെ വുഡ് പെക്കർ അല്ലേ, മരംകൊത്തി. വുഡ് പെക്കറിന് നല്ല നമ്മുടെ ഉളി പോലത്തെ ബീക്കാണുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ബ്രോഡ് ആൻഡ് ഷോർട്ട് ബീക്ക്. നെക്സ്റ്റ് വൺ ഈസ് ബ്രോഡ് ആൻഡ് ഷോർട്ട് ബീക്ക്. അത് നമ്മുടെ ഷാളോയ്ക്കാണുള്ളത്. ഓക്കെ, ചെറുതാണ്, നല്ല കട്ടിയുള്ള. അടുത്ത ലോങ് ആൻഡ് സ്ലെൻഡർ ബീക്ക്. അത് നമ്മുടെ ഹൂപ്പ് ബീക്കാണുള്ളത്. ലോങ്, നീണ്ട് മെലിഞ്ഞ ചുണ്ട്. ലോങ് ആൻഡ് സ്ലെൻഡർ ബീക്ക്, അതിന്റെ പേര് പോലെ തന്നെ അല്ലേ? നെക്സ്റ്റ് ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ് ബീക്ക്. നമ്മുടെ ഡക്കിന്റെ ബ്രോഡാണ്, ഫ്ലാറ്റും ആണ്, വീതിയുണ്ട്, പരന്നിട്ട്. നമ്മുടെ താറാവിന്റെ ഒക്കെ ചുണ്ട് എടുത്ത് കണ്ടിട്ടുണ്ടാവില്ലേ? ആൻസിയെ ഒന്ന് സ്റ്റേൺ ആയിട്ട് ഇരുന്നേ. അഫ്ല വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് ഫീറ്റ് ആൻഡ് ക്ലോസ്. Feet and claws. Birds use their claws to catch and eat food, to protect themselves from their enemies, to sit on trees and to move about. Flesh-eating animals. Okay, flesh-eating animals. Some flesh-eating birds like hawks and eagles are strong, sharp and curved claws called talons. കണ്ടോ, അവിടെ ക്ലോസ് നല്ല പേര് തന്നെയുണ്ട്. എന്താണ് ആ പേര്? എന്താണ് ആ പേര്? ക്രിസ്റ്റി കൊണ്ട് ശ്രദ്ധിച്ചേ. സ്ട്രോങ്, ഷാർപ്പ് ആൻഡ് കേർവ്ഡ്, അതാണ് ടാലൂൺസ് എന്ന് പറയുന്നത്. ദിസ് ഹെൽപ് ദം ടു ക്യാച്ച് ലൈവ് പ്രേ ലൈക്ക് ടോസ്, റാറ്റ്സ് ആൻഡ് സ്മോൾ ബേർഡ്സ്. ചെറിയ പക്ഷികളെ, താറാവിനെ, പിന്നെ നമ്മുടെ തവള, ചെറിയ എലി തുടങ്ങിയ അവയെ പിടിക്കാൻ വേണ്ടി ഈ ടാലൂസ് അവരെ സഹായിക്കുന്നുണ്ട്. നല്ല സ്ട്രോങ്, കേർവ്ഡ് ആയിരിക്കും അവരുടെ ഇത്. നെക്സ്റ്റ് പെർച്ചിങ് ബേർഡ്സിൻ്റെത് 3 toes in front and 1 at back. Scratching birds ഇൻ്റെത് 3 toes in the front and 1 toe back. Climbing birds ഇൻ്റെത് എന്താണ്? 2 toes pointing upward and 2 pointing backward. ഈക്വൽ ആണ്, രണ്ടെണ്ണം മുമ്പോട്ട് രണ്ട് താഴെ പോലെ. Swimming birdsന് webbed feet ആണുള്ളത്. Swimming birds have webbed feet. Okay, example ആണ് duck. They have 3 toes in front and 1 toe at the back. The 3 front toes are joined the skin which is called web. അല്ലെ, ഒരു സ്കിന്ന് പോലെ സാധനം കാണുന്നതാണ് സ്വിമ്മിംഗ് ബേർഡ്. അടുത്ത wading birds. The birds like cranes and herons have long legs with spread out claws. They can wade through muddy water without getting wet. അല്ലെ, എത്ര ചെളി കൂടെ നടന്നാലും അവിടെ ഒന്നും ഇല്ലാണ്ട് നല്ല ഉയരമുള്ള കാലും കൈയൊക്കെയാണ്. Next, how does a bird fly? How does a bird fly? Okay, a bird has very light body and hollow bones. That is the special features of birds. Birds have light body and hollow bones. Clear? Light body and clear hollow bones. For what? For what? For easy flying. The body has a strong framework of bones. Most of the bones have a special shape. Also, the body is shaped like a boat. This shape helps it to cut through air. പക്ഷികളുടെ ശരീരം ഒരു ബോട്ടിന്റെ സമാനമാണ്. ബോട്ടിനോടാണ്, അത് എയറിലൂടെ മുറിച്ചു കടക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്നു. എന്താ ഷിഫാന? Okay, just as we have arms, the bird have wings. അല്ലേ? These wings have feathers. These wings attach the bird's body with strong muscles. Okay. Birdsന്റെ tail ആണ് റാഡർ പോലെ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? ഡയറക്ഷൻ തീരുമാനിക്കുന്നത് tail ആണ്. പിന്നെ മൂവ്മെന്റ് ഓഫ് വിങ്സില് അപ് സ്ട്രോക്ക് ഉണ്ട്, ഡൗൺ സ്ട്രോക്ക് ഉണ്ട്. പിന്നെ ഫെതേഴ്സ് ഉണ്ട്, ഡൗൺ ഫെതേഴ്സ് ഉണ്ട്, ഫ്ലൈറ്റ് ഫെതേഴ്സ് ഉണ്ട്. ഡൗൺ ഫെതേഴ്സ് ആണ് ബോഡി വാം ആയിട്ട് സൂക്ഷിക്കുന്നത്. ഡൗൺ ഫെതേഴ്സ് ആണ് ബോഡി വാം ആയിട്ട് സൂക്ഷിക്കുന്നത്, ഡൗൺ ഫെതേഴ്സ് ആണ്. എന്നാൽ ഫ്ലൈറ്റ് ഫെതേഴ്സ് ആണ് അവരെ പറക്കാൻ സഹായിക്കുന്നത്. ഓക്കെ, ബോഡി ചൂടായി സൂക്ഷിക്കുന്നത് ഡൗൺ ഫെതേഴ്സും, പറക്കാൻ സഹായിക്കുന്നത് ഫ്ലൈറ്റ് ഫെതേഴ്സുമാണ്. ഓക്കെ,
Next is ostrich is the largest and heaviest living bird. Ostrich is the largest and the heaviest living bird. ആരാണ് പറഞ്ഞില്ലേ വലിയ ഓസ്ട്രിച്ചിന്റെ മുട്ട? മിസ് പറഞ്ഞില്ലേ വലിയ, നമുക്ക് അത് പൊട്ടിച്ചെടുക്കണം, അത് വെള്ളമൊക്കെ സൂക്ഷിച്ചേക്കാം. ചില ആദിവാസികൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ട്രൈബ്സ്, പിന്നെ അവർ ആ ഓസ്ട്രിച്ചിന്റെ മുട്ട എടുത്ത് ഉപയോഗിച്ചിട്ട് മുകളിൽ ചെറിയ ഹോൾ ഉണ്ടാക്കി അതിലെ കണ്ടന്റ് എല്ലാം ഉപയോഗിക്കും. അതിനുശേഷം അത് അവിടെ ഇവിടെ ആയിട്ട് മണ്ണിൽ കുഴിച്ചിടും. എന്നിട്ട് അതിനകത്ത് നിന്ന് വെള്ളം നിറച്ചു വെക്കും. എന്തിനാ? പിന്നീടുള്ള യാത്ര ചെയ്ത് വരുമ്പോൾ ദാഹിക്കുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അടയാളം വെച്ച് വെക്കും. അപ്പൊ അവർക്ക് മനസ്സിലാവും. അങ്ങനെ അവരുടെ യാത്രയിൽ ഈ ഓസ്ട്രിച്ചിന്റെ എഗ്ഗിൽ നിന്ന് കിട്ടിയ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വെള്ളം ഉപയോഗിച്ച് നമ്മുടെ വാട്ടർ ബോട്ടിൽ പോലെ കൊണ്ടു നടക്കുന്ന ശീലമൊന്നും അവർക്കില്ല. അവര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ചെയ്യുന്നത്. ഓക്കെ, ഓസ്ട്രിച്ച് ആണ് ഏറ്റവും വലിയ ലാർജസ്റ്റ് ആൻഡ് ഹെവിയസ്റ്റ് ലിവിങ് ബേർഡ്. ഓക്കെ, ദെൻ നെസ്റ്റിംഗ് ഹാബിറ്റ്സ്. നല്ല വിചിത്രമായ അല്ലേ? നെസ്റ്റിംഗ് ഹാബിറ്റ്സ് വളരെ രസമുള്ളതാണ്. Birds build nest to eggs. They choose places which are safe from enemies and bad weather. Birds use metal like twigs, dry leaves, cotton, thread. അല്ലേ? ഈഗിൾ എന്താ ചെയ്യുന്നത്? മടിയനാണ്. കപ്പ് കൊണ്ട് വലിയ വലിയ കമ്പ് കൊണ്ട് അത് ആഴമില്ലാത്ത ഒരു കപ്പ് പോലത്തെ ഉണ്ടാക്കുള്ളൂ. വലിയ പക്ഷി അത്, പക്ഷെ അതിന്റെ കൂടെ ഏറ്റവും രസം കുറഞ്ഞതാണ്. പക്ഷെ കാരണം അതിന്റെ കുഞ്ഞിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ചെറിയ ഈ ഫെദറും ചെറിയ ഗ്രാസും കൊണ്ടൊക്കെ ഉണ്ടാക്കിയാൽ അതൊന്നും ഈ കുഞ്ഞിനെ താങ്ങാൻ പറ്റത്തില്ല. ഓക്കെ അല്ലേ? പിന്നെ കൗശിക അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നുണ്ടായേ. അടുത്ത വുഡ് പെക്കറിൻ്റെത് ഇതാണ്ടോ? വുഡ് പെക്കർ മരത്തിലൊക്കെ ഹോൾ ഉണ്ടാക്കിയിട്ടാണ്. ഷിഫാന ഏജി മരത്തിനോട്, ഷിഫാന ലിസൺ ഹിയർ. ഓക്കെ ഓക്കെ, അപ്പൊ വുഡ് പെക്കർ എന്ത് ചെയ്യും? മരത്തിനുള്ളിലൊക്കെ ഹോൾ ഉണ്ടാക്കിയിട്ടാണ് കൂടുണ്ടാക്കുന്നത്. അതിന് മോർ കംഫർട്ടബിൾ ആകാൻ വേണ്ടിയിട്ട് ചെറിയ വുഡിന്റെ പീസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വൃത്തിയാക്കി എടുക്കും. അത് ടൈലർ ബേർഡ് ആണ്. ടൈലർ ബേർഡും ബീവർ ബേർഡും ആണ് നല്ല നമ്മുടെ സൂപ്പർ. ടൈലർ ബേർഡ് യൂസ് ഇറ്റ്സ് ബീക്സ് ടു സ്റ്റിച്ച്. രണ്ട് ഇലകളെ തമ്മിൽ കൂട്ടി നമ്മുടെ തയ്യൽക്കാർ ചെയ്യുന്ന പോലെ സൂചി ഉപയോഗിച്ച് നീഡിൽ ഉപയോഗിക്കും. അവരുടെ ബീക്കിനെ നീഡിലാക്കി ഉപയോഗിച്ചിട്ട് അതുപോലെ ബീവർ ബേർഡും ചെയ്യും. അടുത്തത് പെൻഗിന് ഗ്രൗണ്ടില് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. പെൻഗിന് ഗ്രൗണ്ടിൽ ചെറിയ ചെറിയ പെബിൾസ് കൊണ്ട്, നമുക്ക് 1 മിനിറ്റേ ബാക്കിയുള്ളൂ, എടുത്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചിലപ്പോൾ തീർന്നു പോകും കേട്ടോ. അപ്പൊ പെബിൾസ് കൊണ്ട് ഗ്രൗണ്ടിൽ ഉണ്ടാക്കുന്നത് നമ്മുടെ പെൻഗിനെ, കാരണം പെൻഗിന് അധികം പറക്കാനൊന്നും പറ്റൂല, അതുകൊണ്ട് അവർ ചുറ്റും കിട്ടുന്ന കല്ലുകൊണ്ട് ഉപയോഗിക്കും. അടുത്ത കെയറിങ് ഫോർ യങ് വൺസ് ഉണ്ട്. ഓക്കെ, അതിനകത്തും ഉണ്ട് വൺ വേർഡും നെയിം ദ ഫോളോയിങ്ങും മാച്ച് ദ ഫോളോയിങ്ങും ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ബോഡിയെ ലിവിങ് മെഷീൻ, അതിനകത്ത് സെൻസ് ഓർഗൻസ് ഉണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റം എന്താണ് ചെയ്യുന്നത്? ഡൈജസ്റ്റീവ് സിസ്റ്റം എന്താണ് ചെയ്യുന്നത്? സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെയാണുള്ളത്? അവരെന്താണ് ചെയ്യുന്നത്? അത് നെർവ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സ്കെൽറ്റൻ, എത്ര സ്കെൽറ്റൻ ഉണ്ട്, അതെന്ത് സഹായിക്കുന്നു? മസ്കുലർ സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അല്ലേ മിസ് എക്സാം പറഞ്ഞത്? ശനിയാഴ്ച പറഞ്ഞിട്ടില്ലേ? ഓർമ്മയുണ്ടോ? ശനിയാഴ്ച പറഞ്ഞിട്ടുണ്ടോ ഇതിന്റെ മിസ് എക്സാം? ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശം റിവിഷൻ വേഗം മിസ് തീർത്തിട്ടുണ്ട്. നമുക്ക് ഇനി സമയമില്ല, ആകെ 1 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. നന്നായി പഠിക്കാട്ടോ. എന്തെങ്കിലും പഠിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കാം. ഓക്കെ, നല്ല മാർക്ക് വാങ്ങൂലേ മക്കളെ? അപ്പൊ നമുക്ക് എക്സാമിന് കാണാം. എല്ലാവരും നല്ല റാസി മോൻ